വെച്ചിട്ട് യൂട്യൂബിൽ നിന്ന് മരം കുളിക്കുമ്പോൾ കുറെ പൈസ നമുക്ക് എല്ലാവർക്കും വീതം വെച്ചിട്ടുണ്ട്. എന്റെ പൈസക്കാരി ഇങ്ങനെ ആപ്പിള് പറിക്കുക കഴിക്കുക. നോളത്തിന് ഫുള്ള് കിട്ടുണ്ടോ? അടുത്തൊരു ട്രിപ്പ് ഞാൻ പോകും. നമ്മള് ഇത്രയും പാഷനേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ ഇതിന്റെ കൂടെ പോകുന്നിരിക്കും. ഏതോ വഴിയിലൂടെയാണ് പോണത്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. നമ്മൾ രാവിലെ ചായ അടിക്കാൻ നിർത്തിയാണ് ബസ്. ഹോട്ടലിന്റെ ബാക്കിലത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമ്മളെ വ്യൂവിന്റെ ഒരു ഭംഗിയുടെ തുടക്കം മാത്രമാവും. സംഗതി ഏതായാലും നല്ല ചൂടുള്ള ചായയും ഒരു വെയിലും ഒരു നല്ല ഭംഗിയുള്ള ഒരു പുഴയും അങ്ങനെ നൈസാണ്. എവിടെയെങ്കിലും വണ്ടി നിർത്തിയില്ല നമ്മളെ പിള്ളേരാണ് ഇറങ്ങിയ പിന്നെ കയറൂല കേട്ടോ. ഓരോരുത്ത വ്യൂ ഒക്കെ ആസ്വദിച്ച് ഒരൊറ്റ നിൽപ്പാ. ചായയും കൂടി കിട്ടിയ പിന്നെ പറയും വേണ്ട. ലാസ്റ്റ് അയാളെ ചീത്ത പറയണമെന്ന് കയറണമെങ്കിൽ അച്ചങ്ങായെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ കയറിപ്പോടാ. സാരമില്ല അപ്പൊ ചീത്ത അറിഞ്ഞില്ലേ. ഇംഗ്ലീഷ് തന്നെ മനസ്സിലാവട്ടോ, മലയാളം മാത്രം പറഞ്ഞത്. ഞാന് ബാലൻസ് ഈ ചൂടുള്ള ചായ എന്റെ മൂത്തക്കൊന്ന് വെച്ചാലേ അത് ഞാൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചതേന്ന്. അത് ഒന്ന് ഈ ആയി വന്ന് എടുത്തത്. കുറച്ച് സമയം ഇരുന്നാല് എങ്ങനെ പോകണമെന്നറിയോ? നമ്മള് വണ്ടിക്ക് എടുത്ത് പോകുമ്പോള് ശരിക്കും നമുക്ക് നാച്ചുറും കൂടി ആസ്വദിക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് ഫുൾ AC ബസ്സിലാണ്. ആ ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്തിട്ടാണ് പോണത്. അതും കൂടി പാണ്ടിരുന്നില്ല. നമ്മൾ ആ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടുണ്ട്. ആ ടെമ്പറേച്ചർ കൂടി നമുക്ക് കിട്ടേണ്ടിരുന്നു. അപ്പോഴാണ് ശരിക്കും നമുക്ക് അതിന്റെ ഒരു വ്യൂ ആ ഒരു മനസ്സിൽ കിട്ടുക. ഇപ്പൊ നമ്മള് കണ്ണിലല്ലേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിനും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടി വേണ്ടിയിരുന്നു അല്ലേ. ശരിക്കും സ്റ്റാർട്ടിങ് ആണ്. ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് വീഡിയോ എടുത്ത് ഓവറാക്കി ചാക്കണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ വാക്കാണ്. ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തന്നിട്ട് പോവുള്ളൂ. ഇൻഷാ അല്ലാ അടുത്തൊരു ട്രിപ്പ് ഞാൻ പോകും. നമ്മള് ഇത്രയും പാഷനേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ ഇതിന്റെ കൂടെ പോകുന്നിരിക്കും. ചാർജർ നിങ്ങൾക്ക് ഓഫ് ആണല്ലോ. ഫുൾ ഓഫ് ആണ്. നിങ്ങളൊക്കെ ചാർജാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ എല്ലാരും ഓഫാണ്. കാര്യച്ചെന്ന് പറയട്ടെ. ആയില്ലല്ലോ. തല്ലിടാ തല്ല് 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 തച്ചുകൊല്ല്. ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി കോണിൽ നോക്കി നിന്നൊരു സുന്ദരി. നമ്മളിപ്പോ ഏത് വഴിയാണ് പോണത്? Are you excited? ഫുൾ ചാർജ് ആയി നമ്മള്. നിങ്ങൾക്ക് നമ്മള് സ്വപ്നത്തിലേക്ക് നമ്മള് നടന്നെത്തുമ്പോളേ നിങ്ങൾക്ക് എന്താ തോന്നണത്? നമ്മളിപ്പോ ഏതാനും മണിക്കൂറുകൾക്കുള്ളില് നമ്മള് 2 ദിവസമായിട്ട് 3 ദിവസമായിട്ട് ഏകദേശം യാത്ര തുടങ്ങിയാണ്. പക്ഷെ നമ്മളെ സ്വപ്നം കണ്ട ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിട്ട് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ സൈഡിൽ കൂടി വ്യൂ ഒക്കെ കണ്ട് പോവാണ്. പറയ് സ്വർഗത്തിലേക്ക്.
അങ്ങനെ ഒന്ന് പറഞ്ഞു പോരാ. എന്റെ എക്സൈറ്റ്മെന്റ് ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം ആകുമ്പോ ഈ എക്സൈറ്റ് പോരാ, കുറച്ചും കൂടെ 6 മണിക്കൂർ ഓടിയാലും ഒരു 24 മണിക്കൂർ ഉറങ്ങിയാലും ഒരേ ഒരു മനുഷ്യൻ. അതായത് നമ്മൾ ഇത്രയും 3 ദിവസമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മള് ട്രെയിനിലും ഇവിടെ ഒക്കെ യാത്ര ചെയ്ത് വന്ന് നമ്മൾ ഈ ബസ്സിൽ എത്തിയപ്പോ തന്നെ നമുക്ക് ഫീൽ ഉണ്ട് നമ്മളിതാ എത്തി അങ്ങനെ ആയിന്ന്. പക്ഷെ നമ്മൾ ഉറങ്ങി നീച്ചപ്പോൾ എന്തായി, കുറച്ചും കൂടി ഉള്ളൂന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഈ അവസരത്തിൽ എന്താ പറയുന്നത്? അതല്ല, ശരിക്കും നിങ്ങൾ മനസ്സൊന്നും പറയല്ലേ. ഋഷാദ് പറയാം, എനിക്ക് എന്താണ് തോന്നുന്നത് പറയേ. അപ്പൊ ഞാനൊക്കെ എന്താ ആലോചിച്ചറിയോ, പണ്ട് കുഞ്ഞുട്ടിയൊക്കെ ആകുമ്പോൾ നമ്മള് നോട്ട് പുസ്തകത്തുമ്പോ കണ്ട ഒരു വ്യൂ ഉണ്ടല്ലോ, ആ ഒരു വ്യൂ ആണെങ്കിൽ മനസ്സിൽ ഫുള്ള് ആണ്. ഇതൊക്കെ റിയൽ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണുമ്പോഴൊരിത്. നിങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ടീമായിട്ട് ഇപ്പൊ ഒരു ഫാമിലി പോയിരിക്കുമ്പോഴെല്ലാം ശരിക്കും എത്രത്തോളം വൈബാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓരോരുത്തരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മള് ടീം ഉണ്ടാവുമ്പോള് ഓരോരുത്തരും ഇത്ര അടിപൊളിയാവാൻ പറ്റുന്നത് എങ്ങനെയാണ്? വേറെ ഗാഡി വേണോ എന്ന് ചോദിച്ചിട്ട് ഇന്നലെ രാത്രി 11:45 നമ്മൾ ഡൽഹിയിൽ നിന്ന് കയറിയതാണ്. ഇന്ന് മോർണിംഗ് 11:20 ആയപ്പോൾ നമ്മൾ മണാലിയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂസ് യാത്ര അല്ല കേട്ടോ, അതിന്റെ ഇടയിൽ ചായ കുടിക്കാനും മറ്റൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. മണാലി എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മള് പിള്ളേര് ഫുള്ള് ചാടി നിൽക്കുന്നുണ്ട്. എല്ലാവരും ചാടി ഇവിടെ ക്യാമറ പൊടുത്തണെങ്കിൽ അവിടെ ചാടി കാണുമോ? എല്ലാരും ഒരുമിച്ച് ചാടിക്കാണ് പോണേ. നീ എങ്ങനെ ഇറങ്ങും വല്ലയ്യ? ബസ് ഇതുവരെ ഉള്ളൂ. ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം നമുക്ക് പോകാനുണ്ട്. സോ നമ്മൾ വേറെ വണ്ടി അറേഞ്ച് ചെയ്ത് 2 ടീമായിട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ സ്വപ്നം, എൻ്റെ സ്വർഗരാജ്യം. യെസ് ഗൈസ്, അങ്ങനെ ഇതാ എൻ്റെ സ്വപ്നത്തിൻ്റെ പടിവാതിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഓൾഡ് മണാലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇതുവരെ വരുള്ളൂ. ഈ ബ്രിഡ്ജിലൂടെ വണ്ടി കടത്തി വിടൂല. സോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. ഗജരാമത പോണേ ഇവനെ നമ്മൾ നോട്ടിട്ടിട്ടുള്ളത്. വഴിയിലൂടെയാണ് പോണത്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഒട്ടകങ്ങൾ വരിയായി പോവട്ടെ. നീലക്കുലി ഋഷു എവിടെ? കുട്ടി മുന്നിൽ പരിക്കണ്ടാവാ. നല്ലൊരു വ്യൂ ഉണ്ടല്ലോ ഇവിടെ. വല്യമ്മ വെള്ളം കുടിക്കുന്നു.
നമ്മൾ ഗ്രാമത്തിൻ്റെ വൈബൊക്കെ ആസ്വദിച്ച് റൂമിലേക്കുള്ള നടത്താണ് കേട്ടോ. ഉള്ളേരിയ കൂടെയൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലെ ഗ്രാമീണത ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. ഇതാണ് ഇത്രയും നേരം ഞങ്ങൾ രണ്ടി തിരിഞ്ഞെത്തിയ സ്ഥലം. നമ്മളെ റൂം ഇങ്ങനെ ഒരു ബെഡ്, ബാഗൊക്കെ വെച്ചിന്. ഋഷി കുളിക്കാൻ വാ. ഋഷി വാ കുളിക്കാൻ വാ. നാളെ ഫുൾ മഞ്ഞ. ഋഷി വാ കുളിക്കടാ. ഇതൊരു റൂമാണ്. നിക്കത് വരുന്നു. ഇല്ല വൈഫൈ കിട്ടിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. വൈഫൈ ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ആപ്പിള് പറിക്കുക, കഴിക്കുക, ആപ്പിൾ മരത്തിൽ പിടിക്കുക എന്നൊക്കെയുള്ളത് എനിക്കൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കണ്ടോ അങ്ങനെ ഇങ്ങനെ ഉണ്ട്. കടിച്ചോക്കാം. വേണ്ട ഇനി വെച്ചിട്ട് നമ്മൾ ഫുഡും കഴിച്ച് ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് സെറ്റായി ഒന്ന് ഊരി ചുറ്റാൻ വേണ്ടി ഇറങ്ങിയതാണ്. തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്, അതിലൊന്ന് പോയി വെക്കാം. ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ തന്നെ വന്നു പോകണം കേട്ടോ. നമുക്ക് തൊട്ടടുത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. നമുക്കിവിടെ നോക്കിയാൽ അപ്പുറത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റേ കിടക്കുന്നത്. ഒരുപാട് ആൾക്കാർ പ്രാർത്ഥനക്കൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറി നോക്കാം കേട്ടോ. ഒരു what is this? Where's your house? Gar. Where's Gar? Bahan. Okay, what's your name? Huh? Mashallah, wow, so beautiful name. Shimna. Yeah, it's nice. Oh, okay, chal. Me too. ഉള്ളത് ഓൾഡ് മണാലിയിലാണ്. ആക്ച്വലി അൺഫോർച്ചുനേറ്റ്ലി ഓൾഡ് മണാലി വെൽക്കം എന്നുള്ളതൊന്നും നമുക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കരുത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ ഇവിടെയൊക്കെ ഒന്ന് സ്റ്റേയിൽ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കാണാനുള്ള പ്ലാനിങ് ആണ്. ഓക്കെ, ചലോ നോക്കാം. എന്താ പറയണത്, ഫാക്ടറി കാണിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം. ഈ മലൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടുന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അത് അവരിങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഒക്കെ ഫുള്ള് മലയാണ്. ഓ, ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന സ്ഥലമല്ലേ, ഇതിലൂടെ നമ്മൾ അങ്ങോട്ട് മുകളിലേക്ക് കയറാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെയാണ് ഇപ്പോൾ പാത ഉള്ളത്. പിന്നെ കുറച്ച് അപ്പുറത്ത് കൂടി ചുറ്റി പോകണം. സോ നമുക്ക് ഇതിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്താണ് കയറി പോവാം. സ്റ്റെപ്പൊക്കെ കയറി
മുകളിലെത്തിയിട്ടുണ്ട്. ലൈക്ക് ഒരു പൈൻ ഫോറസ്റ്റ് ആണ്. പൈൻ ഫോറസ്റ്റ് ആണ് തോന്നുന്നുണ്ട്. പോയേക്കാം. ഒരുപാട് ആൾക്കാരോട് പോയിട്ട് ഇവിടെ വരുന്നുണ്ട്, കാണുന്നുണ്ട്. എന്താന്നൊക്കെ ഒന്ന് പോയി കണ്ടേക്കാം. നിറയെ കരകൗശല വസ്തുക്കളും അട്രാക്ട് ചെയ്യാനുള്ള എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട്. നമ്മൾ ഏതോ ഒരു ടെമ്പിളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുഴയും താണ്ടി മലയും താണ്ടി കുന്നം കയറി എന്ന് പറഞ്ഞ പോലെ ഒരു ടെമ്പിളിൻ്റെ അടുത്തെത്തിയാണ്. ഭയങ്കര ഒരു പീസ്ഫുൾ സ്ഥലമാണ്. നല്ല ഐ തിങ്ക് നല്ല ഒരു എന്തോ ഒരു സമാധാനം. അത് കുങ്കുമപ്പൂവാണോന്ന് വെച്ചാ, കുങ്കുമപ്പൂവൊന്നും വേണ്ട. അപ്പോൾ നല്ലൊരു പീസ്ഫുൾ പ്ലേസ് ആണ്. അടിപൊളിയാണ്. ഇവിടെ എന്താ റോസ് പൂവൊക്കെ നട്ടാണ്. ഞാൻ അടുത്ത പ്രാവശ്യം നമുക്കതിന് കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ. വരൂ. ഈ ടെമ്പിളിന് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഈ മൂവി സീനൊന്ന് കണ്ടോക്കൂ. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കണത് ആരാ? शादी के बेसिक कॉन्सेप्ट में ही झोल है. इसे 5-6 बार करने से अच्छा है कि शादी करो मत. 5-6 बार? क्यों, कम है क्या? और अगर बच्चे चाहिए तो? उसका शादी से क्या लेना देना, वो तुम अभी बना सकते. चलो मंदिर के पीछे. कितने चाहिए? मुझे ट्विंस भी बनाने आते हैं. മണാലി ഡ്രസ്സ്, അതായത് അതുപോലെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എന്താണ് ആൾക്കാർ ഫോട്ടോസ് എടുക്കുകയാണ്. അതിനുള്ള പ്രിപ്പറേഷൻസാണ് ഇവിടെ ഫുള്ള്. അതിനൊരു ഫോട്ടോഗ്രാഫറും ഫോട്ടോസൊക്കെ. ആക്കിയോ? കിട്ടിയോ? നോളത്തര ഫുള്ള് കിട്ടുണ്ടോ? തീർച്ചയായിട്ടും. സാധനം നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം. പോസിംഗ് പ്ലീസ്. പോസിംഗ്. നോക്കേ, ഞങ്ങൾ എന്തെങ്കിലും റീല കളിച്ചാലോ? വേണ്ട, നമുക്ക് 4 അക്കം എടുക്കണ്ടേ? ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത്ര നല്ല വീഡിയോസ് ഒന്നും കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല, ഓരോ ആഗ്രഹങ്ങളല്ലേ. അത് കഴിഞ്ഞ് നേരിതാ നമ്മൾ സ്ട്രീറ്റ് തിണ്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കണ്ടോക്കൂ. ഇതാണ് നൈറ്റ് ലൈഫ്. നമ്മള് അന്ന് രാത്രി ഇന്നത്തെ പരിപാടി തീർന്നു. നമ്മള് മണാലിയിലെ നൈറ്റ് ലൈഫിലാണ്. നമ്മള് ബാക്കി ഇതാ പിള്ളേരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഗുജറാത്ത് ഫാമിലിനൊക്കെ പരിചയപ്പെട്ട ഭയങ്കര ആ വ്ളോഗ്. മെയിനായിട്ട് ഇവിടെ ഷോപ്പിംഗ് ആണ്. നമുക്ക് പിന്നെ അതിന് മൂടില്ല, കയ്യിൽ പൈസ ഇല്ല. സോ നമ്മൾ നേരെ റൂമിലേക്ക് ഇതാ വെച്ച് പിടിച്ചു കേട്ടോ.
നമ്മൾ സ്റ്റേൻ്റെ മുറ്റാണ് ഇട്ടത്. നമ്മൾ ആപ്പിലൊക്കെ കണ്ട ആ ഒരു ഏരിയയാണ് ഇതായി കാണുന്നത്. എന്താവശ്യം ഉണ്ടെങ്കിലും എനിക്ക് വിളിക്കാം. നമ്പർ ടൈം 11 മണിയായിട്ടുണ്ട്. നല്ല ടയേർഡാണ്. മണാലിയുടെ മഞ്ഞിലൊന്ന് പുതച്ചുറങ്ങട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്.